ഇറ്റ്സ് ബാഴ്സലോണ ടു അത്ലറ്റിക്കോ ബിൽബാവോ 0. ഈ മാച്ചിൽ എനിക്ക് മീൻസ് ഒരു എന്താ ഒരു കാം ആൻഡ് കമ്പോഷർ മാച്ചായിരുന്നു. എല്ലാവരും പെഡ്രിയൊക്കെ നല്ല കളിയായിരുന്നു. പെഡ്രിയുടെയൊക്കെ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. റഫീഞ്ഞ, യമാലൊന്ന് നന്നായിട്ട് തിരിച്ചു കയറി വരുന്നുണ്ട്. സ്റ്റിൽ 1-2 ചാൻസൊക്കെ മിസ്സായെങ്കിലും യമാലിൻ്റെ പാസസ് ഉണ്ടല്ലോ, അത് പണ്ടും ഇപ്പോഴും അതുപോലെ തന്നെയാണ്. യമാലിൻ്റെ പാസ് കാണാൻ നല്ലൊരു ബ്യൂട്ടിയാണ്. സോ യമാലൊന്ന് തിരിച്ചു വരുന്നു. ഗോർഡൻ നന്നായിട്ട് കളിച്ചു, അഡയാമി കളിച്ചു. എടുത്തു പറയേണ്ടത് ഫെർമിൻ നന്നായിട്ട് കളിച്ചു. ഡിഫൻസ് ആണെങ്കിലും കുബാസി ആണെങ്കിലും നന്നായിട്ട് കളിച്ചു. കുബാസിയൊക്കെ എനിക്ക് എൻ്റെ പൊന്നു പുയോളിലേക്ക് ഓർമ്മ വരുന്നത്. കാലിലവിടെ തലകൊണ്ട് വയ്ക്കുന്നൊരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. എല്ലാവരും നന്നായിട്ട് കളിച്ചു. സാവി എക്സ്പേർട്ട് കളിച്ചു. ഗാഷിക്ക് ആക്ച്വലി വലിയ പണി കിട്ടാത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ആൾ, ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു ആൾ കൂടെയാണ് ഉനായി സൈമൺ. 8 സേവ്. എൻ്റെ പൊന്നു, അവനില്ലായിരുന്നെങ്കിലുണ്ടല്ലോ. ആലോചിച്ച് 2-0 മാത്രമാണോ ഈ ഒരു മാച്ച് നിൽക്കേണ്ടത്? അല്ല, ഈ മാച്ച് 5, 6, 7 ഗോളൊക്കെ കയറേണ്ടതാണ്. ആ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ്. അത് ചില സേവൊക്കെ കണ്ടപ്പോൾ അങ്ങ് കണ്ണ് തള്ളിപ്പോയി. ഓഹ്, സോ യാ, ഹാപ്പിയാണ്. വേറൊന്നും പറയാനില്ല. വിസ്ക ബാസ, വിസ്ക കാറ്റലോണിയ, ജേഴ്സി അത് ജർമ്മനിയ.